ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പോറ്റിയുടെ ഗൂഢാലോചന 4 വർഷം മുൻപ്. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. PS പ്രശാന്ത് പ്രസിഡന്റായിരിക്കെ ശബരിമലയിൽ കഴിഞ്ഞ വർഷം നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി 4 വർഷം മുൻപേ പദ്ധതിയിട്ടതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. പോറ്റിയുടെ ആവശ്യവും തിരുവാഭരണം കമ്മീഷണറുടെ ശുപാർശയും ഒരുപോലെ അംഗീകരിച്ചതാണ് പ്രശാന്ത് പ്രസിഡന്റായ ദേവസ്വം ബോർഡിന് കുരുക്കാക്കിയത്. 2019 സ്വർണം പൂശി തിരികെ സ്ഥാപിച്ച ദ്വാരപാലക പാളിയിൽ വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്താൻ 2021 തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അപേക്ഷ നൽകി. അതിനാലാണ് ഇത് 2019 കൊള്ളയുടെ തുടർച്ചയാണെന്ന് SIT വിലയിരുത്തുന്നത്. ദ്വാരപാലകരുടെ ചെമ്പിൽ പൊതിഞ്ഞ താങ്ങുപീഠം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ദേവസ്വം ബോർഡിന്റെ ചിലവിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചാൽ സ്വന്തം ചിലവിൽ സ്വർണം പൂശി നൽകാമെന്ന് ഏറ്റിരുന്നു. പുറമെ ശ്രീകോവിലിന്റെ കതക്, കട്ടിള, ലക്ഷ്മി രൂപം, കമാനം എന്നിവയുടെ കേടുപാടുകൾ തീർത്തു നൽകാമെന്നും പോറ്റി ഏറ്റിരുന്നു. ഇതിനായി തന്ത്രി നിർദ്ദേശിക്കുന്ന അനുജ്ഞ, ശുദ്ധി, മറ്റു പൂജാതി കർമ്മങ്ങൾ എന്നിവയും സ്വന്തം ചെലവിൽ നടത്താമെന്നാണ് പോറ്റി വാഗ്ദാനം ചെയ്തത്. തന്ത്രി ഇത് അംഗീകരിച്ച് ഓണം പൂജയുടെ അവസാന ദിവസമായ കഴിഞ്ഞ സെപ്റ്റംബർ 7 ദേവന്റെ അനുജ്ഞ വാങ്ങി അഴിച്ചെടുക്കാമെന്നും കന്നിമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ ഇവ പുനഃസ്ഥാപിക്കാമെന്നും അറിയിച്ചതായി തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടിലുണ്ട്. ഇതാണ് കേസിൽ തന്ത്രിക്ക് കുരുക്കാകുന്നത്. തിരുവാഭരണം കമ്മീഷണർ, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ വിജിലൻസ് SP, ദേവസ്വം ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ച് ഇവ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നതിനാണ് ശുപാർശ നൽകിയത്. സെപ്റ്റംബർ 2 ചേർന്ന ദേവസ്വം ബോർഡ് യോഗം ഇതിന് അംഗീകാരം നൽകിയതിൽ അനാവശ്യ തിടുക്കവും ഭരണപരമായ വീഴ്ചയും ഉണ്ടായെന്നാണ് SITയുടെ വിലയിരുത്തൽ. അതേസമയം 2025 ശബരിമല ക്ഷേത്രത്തിൽ നിന്നും സ്വർണം പൂശുന്ന ജോലികൾക്കിടെ സ്വർണം ദുരുപയോഗം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതായിട്ടും പരാമർശിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് പ്രശാന്തിനും മറ്റുള്ളവർക്കുമെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാൻ കോടതി SITയെ അനുവദിച്ചിരുന്നു. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു, ദ്വാരപാലക വിഗ്രഹങ്ങൾ സ്വർണം പൂശുന്നതിന്റെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്വർണം പൂശുന്നതിനായി വിഗ്രഹങ്ങൾ കൊണ്ടുപോയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരി, TDB അംഗം A അജികുമാർ, ശബരിമല മുഖ്യ പൂജാരി കണ്ഠർ രാജീവർ, TDB തിരുവാഭരണം കമ്മീഷണർ റെജിലാൽ എന്നിവരുടെ പങ്ക് ശേഖരിച്ച വസ്തുക്കൾ വ്യക്തമായി തെളിയിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. മുൻകൂട്ടി തയ്യാറാക്കിയ ക്രിമിനൽ ഗൂഢാലോചനയ്ക്ക് അനുസൃതമായി പ്രവർത്തിച്ച പ്രതികളുടെ പ്രവർത്തികൾ 2023 ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 3(5) വായിക്കുമ്പോൾ 316, 316(5), 336, 2, 61(2) എന്നീ വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹമായ ക്രിമിനൽ വിശ്വാസ ലംഘനം, വ്യാജരേഖ ചമക്കൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നിവയുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതായി വെളിപ്പെടുത്തുന്നു. SITയെ നയിക്കുന്ന ഉദ്യോഗസ്ഥനായ S ശശിധരൻ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ BNSSന് കീഴിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. അന്തിമ റിപ്പോർട്ട് കഴിയുന്നത്ര വേഗത്തിൽ സമർപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ടീമിനോട് ആവശ്യപ്പെട്ടു. 1998 സ്വർണം പൂശിയ ദ്വാരപാലകരുടെ കവചങ്ങൾ 2019 ശ്രീ പോറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം ശബരിമലയിൽ നിന്നും ചെന്നൈയിലേക്ക് കൊണ്ടുപോയതായി SIT അന്വേഷണത്തിൽ വ്യക്തമാക്കി. അതിനുള്ള അനുമതി നൽകുമ്പോൾ TDB ഉദ്യോഗസ്ഥർ ദുരുദ്ദേശത്തോടെ ദ്വാരപാലകകളിലെ കവചങ്ങളെ ചെമ്പ് തകിടുകളാണെന്ന് മനഃപൂർവ്വം വിശേഷിപ്പിച്ചു. അതിന്റെ യഥാർത്ഥ സ്വഭാവം മറച്ചുവെച്ചു. ദ്വാരപാലകകളിലെ സ്വർണം നീക്കം ചെയ്യുന്നതിനും അവയിൽ സ്വർണത്തിന്റെ നേർത്ത പാളി പൂശുന്നതിനുമായിരുന്നു ഇത്. ചെന്നൈയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നാണ് യഥാർത്ഥ സ്വർണ്ണ ആഭരണം നീക്കം ചെയ്തത്. സ്വർണം പൂശുന്നതിന് അതിന്റെ വളരെ കുറഞ്ഞ അളവ് മാത്രമേ ആവശ്യമുള്ളൂ. വേർതിരിച്ചെടുത്ത ബാക്കിയുള്ള സ്വർണം പ്രതികൾ ദുരുപയോഗം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. നടത്തിയ ജോലിയുടെ ഗുണനിലവാരം കുറവായിരുന്നിട്ടും സംശയം ഒഴിവാക്കാൻ സ്വർണം പൂശുന്നതിന് 40 വർഷത്തെ വാറന്റി ഉണ്ടെന്ന് വ്യാജമായി സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ സ്വർണം പൂശിയത് മോശമായി അടിയിലുള്ള ചെമ്പ് പ്രതലം തുറന്നു കാട്ടി. 2019 സ്വർണം മോഷ്ടിക്കപ്പെട്ടെന്നും ദുരുപയോഗം ചെയ്തെന്നും മറച്ചുവെക്കാൻ ലക്ഷ്യമിട്ട് സ്പോൺസറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പുതിയ സ്വർണം പൂശുന്ന
നടത്തുന്നതിന്റെ മറവിൽ ദ്വാരപാലകരെ വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ക്രിമിനൽ ഗൂഢാലോചനയിൽ ഏർപ്പെട്ടുവെന്നും SIT റിപ്പോർട്ട് പറയുന്നു. TDP അംഗമായിരുന്ന സുന്ദരേശൻ, ബോർഡ് സെക്രട്ടറി ബിന്ദു, തന്ത്രി മഹേഷ് മോഹനർ, തിരുവാഭരണം കമ്മീഷണർ സുനില, എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹേമന്ത്, ബല്ലാരി ആസ്ഥാനമായുള്ള ജ്വല്ലർക്കാരനായ പാണ്ഡുരംഗയ്യ, നാഗ ഗോവർദ്ധൻ, 2020 എക്സിക്യൂട്ടീവ് ഓഫീസറായി സേവനമനുഷ്ഠിച്ച VS രാജേന്ദ്ര പ്രസാദ് എന്നിവർക്കെതിരെ അന്വേഷണം നടത്തുന്ന പങ്കിനെക്കുറിച്ചുള്ള റിപ്പോർട്ടിലെ പരാമർശങ്ങളും ഹൈക്കോടതി ശ്രദ്ധിച്ചു. ദുരുപയോഗത്തിൽ അവരുടെ പങ്കിനെക്കുറിച്ച് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കാൻ കോടതി SITയോട് നിർദ്ദേശിച്ചു. കേസ് ജൂലൈ 20 വാദം കേൾക്കാൻ മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.